മേഡോ, കഴിഞ്ഞ മാസം PCOSന്റെ പേര് മാറ്റിയല്ലേ? ആ PCOSന്റെ പേര് മാറ്റി. അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാമോ? പറഞ്ഞുതരാമല്ലോ. ഒരു സെക്കൻഡ് കേട്ടോ. അതായത് മെയ് 12-നാണ് പേര് മാറ്റിയത്. ആദ്യം PCOD ആയിരുന്നല്ലോ, അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. ഓക്കെ, പിന്നെ അത് മാറ്റി PCOS ആയി, അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ പേരാണ് PMOS. ഓക്കെ, അതിൻ്റെ ഫുൾ ഫോം പറഞ്ഞുതരാം. പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം. ഒവറെ കൂടാതെ കുറേ കാര്യങ്ങൾ മുമ്പിൽ വന്നിട്ടുണ്ട്, കുറേ ലെറ്റർ മുമ്പിൽ ആഡ് ചെയ്തത് കണ്ടില്ലേ? ഓക്കെ, അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് വെറും പേര് മാറ്റമല്ല, ഇത് വളരെ ഡീപ്പായിട്ടുള്ള, അതായത് 14 വർഷം ഗവേഷണങ്ങൾക്ക് ശേഷം ലാൻസെറ്റ് മാഗസിനിൽ കഴിഞ്ഞ മാസം മെയ് 12-ന് പബ്ലിഷ് ചെയ്ത പേരാണ് പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം എന്നുള്ള പേര്. ഓക്കെ, അപ്പോൾ ഡീപ്പായിട്ട് എന്ന് പറയാൻ കാരണം പോളി എൻഡോക്രൈൻ എന്ന് വെച്ചാൽ ഒന്നിലധികം ഹോർമോണുകൾ ഇവിടെ ഉണ്ട്. ഒന്നിലധികം ഹോർമോണുകളുടെ പ്രവർത്തനത്തിന് പ്രശ്നം വരുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം, ചികിത്സിക്കണം. ഓക്കെ, രണ്ടാമത്തത് മെറ്റബോളിസം സംബന്ധമായ കുറേ തകരാറുകൾ ഈ ശരീരത്തിന് സംഭവിക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കണം, സമയത്തിന് ചികിത്സിക്കണം. പിന്നെയാണ് ഒവേറിയൻ സംബന്ധമായ കാര്യങ്ങളും വരുന്നുണ്ട്, അതും നമ്മൾ കണ്ടുപിടിക്കണം, ചികിത്സിക്കണം. അപ്പോൾ ഒരു ലേഡീൻ്റെ ശരീരത്തെ മൊത്തമായിട്ട് നോക്കണം. വെറും ഓവറിയിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു സിസ്റ്റുകൾ നോക്കിയിട്ട് പോളിസിസ്റ്റിക് എന്ന് നമ്മൾ എഴുതുന്നു. പക്ഷേ കുട്ടി ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബൈലാറ്ററൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന സ്കാനിങ്ങിൽ റിപ്പോർട്ട് വരും. അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ടാവും അഡ്വൈസ്ഡ് ഹോർമോണൽ എസ്സേ, അതായത് ഹോർമോൺ സ്റ്റഡി നടത്തുക എന്ന്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ പിറകിലുള്ള ഹോർമോണുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എവിടെയാണ് തകരാറ് എന്ന് കണ്ടുപിടിക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം ഇപ്പം കുട്ടിക്ക് എന്ത് മനസ്സിലായി? പോളിസിസ്റ്റിക് എന്നുള്ള പേര് തെറ്റായിരുന്നു. യെസ്, വെരി ഗുഡ്, അത് തെറ്റായിരുന്നു. അതിൽ ഓവറിൽ മാത്രം നമ്മൾ നോക്കിയിരിക്കരുത്, ഒരു ശരീരത്തെ മൊത്തമായിട്ട് നോക്കണം. എൻഡോക്രൈൻ സിസ്റ്റം നോക്കണം, മെറ്റബോളിസം നോക്കണം, പിന്നെ ഓവറി നോക്കണം. ഓക്കെ, അപ്പോൾ PCOS എന്ന് പറഞ്ഞ പോളിസിസ്റ്റിക് എന്ന് പറഞ്ഞത് സിസ്റ്റല്ല. എന്താണ് അവ വളർച്ച നിന്നുപോയ അണ്ഡങ്ങളാണ്. വളർച്ച എന്തുകൊണ്ട് നിന്നുപോയി? കുറേ അധികം ഹോർമോണുകളുടെ തെറ്റായ പ്രവർത്തനം കൊണ്ട് വളർച്ച എത്താതെ, വിരിയാതെ അണ്ഡങ്ങൾ മുരടിച്ചു പോയി. അവയാണ് നമ്മളിങ്ങനെ പോളിസിസ്റ്റിക് എന്ന് പേരിട്ടത്. അത് ശരിക്കും സിസ്റ്റല്ല. ഓക്കെ, ഒന്ന്. അത് കാരണം 70% PMOS ഉള്ള ലേഡീസിനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഡയഗ്നോസ് വൈകിപ്പോയി, ട്രീറ്റ്മെൻറ്റ് മൊത്തമായിട്ട് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഓവർ ട്രീറ്റ് ചെയ്തു, ഓവർ ഡയഗ്നോസ് ചെയ്തു. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വന്നു. നമുക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, ഒന്ന് പോളി എൻഡോക്രൈൻ, രണ്ടാമത്തെ സെഗ്മെൻറ്റ് മെറ്റബോളിക്, മൂന്നാമത്തെ സെഗ്മെൻറ്റ് ഒവേറിയൻ. ഓക്കെ, പോളി എൻഡോക്രൈൻ ഒന്നിലധികം ഹോർമോണുകൾ. അതിൽ ഇൻസുലിൻ വരാം, ആൻഡ്രോജൻ അതായത് മെയിൽ ഹോർമോൺ, വെരി ഗുഡ്, പുരുഷ ഹോർമോൺ, LH, FSH, അതുപോലെ തന്നെ AMH, ഇങ്ങനെയുള്ള പലതരം ഹോർമോണുകളുടെ പ്രവർത്തനം ശരിക്ക് നടക്കാത്തതുകൊണ്ട്, സൈക്ലിക്കലായിട്ട് നടക്കാത്തതുകൊണ്ട് വരുന്ന തകരാറാണ് എന്ത്? ഈ PMOSലെ P. ഓക്കെ, അടുത്തത് മെറ്റബോളിക്. നമ്മൾ ഈ ഓവറിയിലെ സിസ്റ്റം മാത്രം നോക്കിയപ്പോൾ നമ്മൾ മിസ്സാക്കിയത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മെറ്റബോളിക് സൈഡ്. അപ്പോൾ ഈ ഒവേറിയൻ മാത്രം നമ്മൾ ചിന്തിച്ചിട്ട്, അല്ലെ ഓവറീസിലെ സിസ്റ്റം മാത്രം ചിന്തിച്ച് മെൻസസ് ക്രമമാക്കാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾ ആവശ്യമുള്ളപ്പോൾ തിരിച്ചു വന്നോളൂ എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ നമ്മൾ എന്തൊക്കെ മിസ്സാക്കിപ്പോയി? മെറ്റബോളിക് സൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ആ പെൺകുട്ടി 17 വയസ്സ് 18 വയസ്സാണെങ്കിലും മെറ്റബോളിക് സൈഡ് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, മെറ്റബോളിക് വർക്കപ്പ് ചെയ്യുക. അതായത് എന്തൊക്കെ സംഭവിക്കാം? ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഹാർട്ട് ഡിസീസ്, ചെറുപ്പത്തിൽ തന്നെ ഹാർട്ട് ഡിസീസ്, ഹൈ ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ ബാഡ് കൊളസ്ട്രോൾ കൂടുക, ബാഡ് കൊളസ്ട്രോൾ കൂടാനുള്ള ഡിസ്ലിപ്പിഡീമിയ,
പിന്നെ അതുപോലെ തന്നെ ഒബേസിറ്റി, അമിതവണ്ണം, പിന്നെ മുടി കൊഴിച്ചിൽ, ആവശ്യമില്ലാത്ത സ്ഥലത്ത് മുടി വളരുക, അതായത് ആൻഡ്രോജനിസം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മിസ്സാക്കരുത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് സ്ട്രോക്ക് സംഭവിക്കാം ഇവർക്ക്, പിന്നെ എൻഡോമെട്രിയൽ ക്യാൻസർ അടക്കം വരാൻ സാധ്യതയുള്ള ഒരു സിൻഡ്രോമാണ് PMOS. നിസ്സാരക്കാരനല്ല. ഓക്കെ, ഇനി അടുത്തത് ഒവേറിയൻ, അതായത് ഓവറീസിൽ കൃത്യമായിട്ട് അണ്ടോൽപാദനം നടക്കുന്നില്ല. അത് കാരണം പുരുഷ ഹോർമോൺ കൂടുന്നു. പുരുഷ ഹോർമോൺ കൂടുന്നതിനനുസരിച്ച് ഈ പറഞ്ഞതുപോലെ ഹെയർ ഗ്രോത്ത്, ഇതൊക്കെ ആക്നെ, ഇതൊക്കെ സംഭവിക്കുന്നു. പിന്നെ മാസമുറയിലുള്ള വ്യതിയാനം ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല, ചിലപ്പോൾ നീണ്ടുപോകും. അതൊക്കെ പിന്നെ കുട്ടികളുണ്ടാവാൻ വൈകിയ, ഇതൊക്കെ ഒവേറിയൻ സെഗ്മെൻറ്റിൽ ഉൾപ്പെടുത്താം നമുക്ക്. PMOസിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഓക്കെ, PMOസിൻ്റെ കാരണങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഒന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പിൻ പോയിൻ്റ് ചെയ്തിട്ടൊരു കാരണം പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് ജനറ്റിക് ആവാം, അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഒരു മെയിൻ എനിമി, ഹോർമോണൽ, എൻവയൺമെൻറ്റൽ, ഇതൊക്കെ ഇതിൻ്റെ കാരണമാവാം. ഓക്കെ, ഇനി ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയാം. ട്രീറ്റ്മെൻറ്റ് എന്തായാലും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്, അറിയാമല്ലോ. ഹൈ പ്രോട്ടീൻ ഫുഡ് കഴിക്കുക, ഹൈ ഫൈബർ ഫുഡ് കഴിക്കുക, പിന്നെ റെഗുലറായിട്ട് എക്സർസൈസ് ചെയ്യുക. പ്രോപ്പർലി നമ്മൾ പറയൽ സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. ഇനി അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 10,000 സ്റ്റെപ്പ് നടക്കാനെങ്കിലും ശ്രമിക്കുക. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് പറ്റുക അങ്ങനെയുള്ള എക്സർസൈസ്, നമുക്ക് യോജിക്കുന്ന രീതിയിലുള്ള എക്സർസൈസ് ചെയ്യാൻ ശ്രമിക്കുക. 8 മണിക്കൂർ ഉറങ്ങുക, 3 ലിറ്റർ വെള്ളം കുടിക്കുക. പിന്നെ സ്ട്രെസ്സുള്ള ആളാണെങ്കിൽ, അതായത് ടെൻഷൻ, ബുദ്ധിമുട്ട്, മാനസികമായ പിരിമുറുക്കമൊക്കെ ഉള്ള ആളാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും മറികടക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് കൗൺസിലിംഗ് വേണമെങ്കിൽ അത്, അല്ലെങ്കിൽ കൗൺസിലിങ്ങിലൂടെ ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ ആ ഒരു സെഗ്മെൻറ്റ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള നിലയിൽ നമ്മൾ ഡോക്ടേഴ്സിനെ കാണേണ്ടതാണ്. ചിലപ്പോൾ ഇതിൽ ഏതൊക്കെ ഡോക്ടേഴ്സിനെ ചിലപ്പോൾ നമുക്ക് കാണേണ്ടി വരും? ഗൈനക്കോളജിസ്റ്റിനെ കൂടാതെ എൻഡോക്രിനോളജിസ്റ്റിനെ കാണേണ്ടി വരും, ജനറൽ മെഡിസിൻ ഡോക്ടറെ കാണേണ്ടി വരും, ചിലപ്പോൾ കാർഡിയോളജിസ്റ്റിനെ കാണേണ്ടി വരും, ചിലപ്പോൾ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കാണേണ്ടി വരും, ചിലപ്പോൾ ഈവൻ ന്യൂറോളജിസ്റ്റിനെ അടക്കം കാണേണ്ടി വരും. അത്രക്കും ബ്രോഡാണ് ഇതിൻ്റെ ഔട്ട്കം നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ. തുടക്കത്തിൽ ഡയഗ്നോസ് ചെയ്ത് തുടക്കത്തിൽ തന്നെ നമ്മൾ എല്ലാ സെഗ്മെൻറ്റും, അതായത് മെറ്റബോളിക്, എൻഡോക്രൈൻ, ഒവേറിയൻ, ഈ സെഗ്മെൻറ്റുകളൊക്കെ നമ്മൾ കൃത്യമായി നോക്കി ഇവാലുവേറ്റ് ചെയ്ത് നമുക്കിത് ഡീൽ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്നുള്ള നിലയിൽ ക്യാൻസർ, സ്ട്രോക്ക്, ഇതൊക്കെ വരാൻ സാധ്യത ഉണ്ടല്ലോ, ഹാർട്ട് അറ്റാക്ക്, ഇതൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് സമയത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് അതിനനുസരിച്ച് ജീവിക്കുകയും വേണം. ഇനി മൂന്നാമത്തെ ലെയറിൽ വരുന്നതാണ് ട്രീറ്റ്മെൻറ്റ്, അതായത് ഒവേറിയൻ സംബന്ധമായത്. മാസമുറ കൃത്യമല്ലെങ്കിൽ അത് ശരിയാക്കുക, പിന്നെ കുട്ടികൾ വേണമെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് പോവുക, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, കാത്തിരുന്നിട്ട് കാര്യമില്ല. കാത്തിരിക്കാതെ തന്നെ നമുക്ക് PMOS ഉള്ള ആളാണെങ്കിൽ എല്ലാം ബാക്കി സംഭവങ്ങളൊക്കെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. നാലാമത്തെ ലെയർ എന്താണെന്നറിയോ? മാനസിക പിരിമുറുക്കം. നമ്മളെപ്പോഴും അവഗണിക്കുന്നൊരു സെഗ്മെൻറ്റാണത്, മാനസിക ആരോഗ്യം. അപ്പം മാനസികമായി നമുക്ക് പിരിമുറുക്കമുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചികിത്സിക്കാം. കൗൺസിലിങ്ങിലൂടെയും സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിലൂടെയും, അല്ലെങ്കിൽ മെഡിറ്റേഷൻ, യോഗ, എന്തും ആവാം. നമുക്കെന്താണ് സന്തോഷം തരുന്നത്, എങ്ങനെയാണ് നമ്മുടെ പിരിമുറുക്കം മാറ്റാൻ നമുക്ക് പറ്റുക, ആ ഒരു മെത്തേഡ്, അതിനുള്ള ട്രീറ്റ്മെൻറ്റും അതിനുള്ള മെത്തേഡുകളും നമ്മൾ സമയത്തിൽ തന്നെ അതൊക്കെ ശരിയാക്കി എടുക്കണം. PMOS റൺസ് ഇൻ ഫാമിലീസ് എന്നാണ്. ഓക്കെ, അപ്പം നമ്മുടെ മുൻഗാമികൾക്ക് ഇതുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെയും കൂടെ നമ്മൾ സ്ക്രീൻ ചെയ്ത് നോക്കണം. ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ട് അവരെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് ഈ വണ്ണം കൂടുതലുള്ളവർക്ക് മാത്രമേ ഇതുണ്ടാവുള്ളൂ എന്നാണ്. അങ്ങനെയല്ല, മെലിഞ്ഞവർക്കും ഇതുണ്ടാവാം. PMOS മെലിഞ്ഞവർക്കും ഉണ്ടാവാം. തിൻ ഔട്ട്സൈഡ് ആൻഡ് ഫാറ്റ് ഇൻസൈഡ് എന്നാ പറയുക. അവർക്ക് വിസറൽ ഫാറ്റ്, അതായത് ശരീരത്തിൻ്റെ ഉള്ളിൽ അവയവങ്ങളുടെ ഇടയിൽ, അതായത് ഹാർട്ടിന് ചുറ്റും, കുടലിന് ചുറ്റും, ലിവറിന് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അവർ ഓൾറെഡി അവർക്ക് വിസറൽ ഫാറ്റ് ഉണ്ടാവും. ഇങ്ങനെയുള്ളവർക്കും ഈ കോംപ്ലിക്കേഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞതെന്ന് കുട്ടിക്ക് എന്താ മനസ്സിലായത് എന്ന് പറഞ്ഞേ? എനിക്ക് മനസ്സിലായി മേഡം. PCOS എന്നുള്ള പേരേ തെറ്റായിരുന്നു. PMOS എന്നുള്ള പേരാണ് ശരി.
കാരണം ഒരു സ്ത്രീയുടെ ശരീരത്തെ ഓവറി മാത്രം പരിശോധിക്കാതെ എവിടെയൊക്കെയാണോ ബുദ്ധിമുട്ടുകൾ ഉള്ളത് അതൊക്കെ കണ്ടുപിടിച്ച് പരിശോധിക്കണം. തന്നെ. അപ്പം പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം മനസ്സിലായോ? ഓക്കെ, താങ്ക് യു മാം. നോ പ്രോബ്ലം. ഇനിയും വന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ.